ഏവർക്കും നമസ്കാരം. മെയ് മാസം 15-ാം തീയതി മുതൽ ജൂൺ മാസം 14-ാം തീയതി വരെയും നീളുന്ന ഇടവമാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഇടവമാസത്തിൻ്റെ ഏറ്റവും വലിയ 2 സവിശേഷതകളിൽ ആദ്യത്തേത് വ്യാഴം ഈ മാസം മുതലാണ് പൂർണ്ണമായും തൻ്റെ മിഥുനരാശിയിലുള്ള സഞ്ചാരം തുടങ്ങുന്നത് എന്നത് തന്നെയാണ്. രണ്ടാമത്തേത് ഇടവം 4-ാം തീയതി, അതായത് മെയ് മാസം 18-ാം തീയതി നടക്കുന്ന രാഹുകേതുക്കളുടെ മാറ്റമാണ്. 1 വർഷം തൊട്ട് 1.5 വർഷക്കാലമാണ് ഈ ഗ്രഹങ്ങൾ ഇനി ഈ മാസം മുതൽ സഞ്ചരിക്കുക എന്ന് അറിയുക. തൽഫലമായി ചില രാശിക്കാരുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഭാഗ്യം ഉദിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും മറ്റ് ചില രാശിക്കാർക്ക് ഈ മാറ്റങ്ങൾ ദോഷകരമായും ഭവിക്കും. അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിച്ച ശേഷം കാര്യകാരണസഹിതം ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം. സൂര്യൻ ഈ മാസം മുഴുവനായും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ ജൂൺ മാസം 6-ാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ജൂൺ 7-ാം തീയതി മുതൽ ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു. ബുധൻ നിലവിൽ മേടരാശിയിൽ സഞ്ചരിക്കുന്നു. എന്നാൽ മെയ് 23-ാം തീയതി ഇടവരാശിയിലേക്കും ജൂൺ 6-ാം തീയതി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു. വ്യാഴം ഈ മാസം തൊട്ട് മിഥുനരാശിയിൽ തൻ്റെ 1 വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം ഇടുന്നു. ശുക്രൻ മെയ് മാസം 30 വരെയും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു. തുടർന്ന് 31-ാം തീയതി മുതൽ മേടത്തിൽ പ്രവേശിക്കുന്നു. ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നു. രാഹുകേതുക്കൾ മെയ് മാസം 18 വരെയും യഥാക്രമം മീനം, കന്നി എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു. എന്നാൽ മെയ് 18-ാം തീയതി മുതൽ ഓരോ രാശി പുറകോട്ട് മാറി കുംഭം, ചിങ്ങം എന്നീ രാശികളിൽ രാഹുകേതുക്കൾ തങ്ങളുടെ 1.5 വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം കുറിക്കുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം. കർക്കിടകക്കൂർ പുണർദം കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 11-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. സർവകാര്യവിജയങ്ങളുടെയും സർവാഭീഷ്ടസ്ഥാനങ്ങളുടെയും ധനാഗമങ്ങളുടെയും ഭാവം എന്ന് അറിയപ്പെടുന്ന 11-ാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുന്നത് ഈ കൂറുകാർക്ക് ശ്രേഷ്ഠമായ ഫലങ്ങളെയാകും ഈ മാസം നൽകുക. സാമ്പത്തികമായ പുരോഗതി, ധനാഗമം, കർമ്മപുഷ്ടി, കർമ്മരംഗത്ത് നേട്ടങ്ങൾ, അംഗീകാരം, കീർത്തി, മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം ഇവർക്ക് വന്നുചേരും. കൂടാതെ ഈ കൂറുകാർക്ക് ഈ മാസം അപ്രതീക്ഷിതമായ ധനാഗമത്തിനുള്ള സാധ്യതകൾ ഏറെയാണ്. ഓഹരി, ഭൂമിക്രയവിക്രയങ്ങൾ, ബിസിനസ് എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. മാത്രമല്ല ഇവർ ഏർപ്പെടുന്ന കർമ്മങ്ങൾ, സംരംഭങ്ങൾ, പ്രവർത്തികൾ എന്നിവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിച്ചേരും. കുടുംബത്തിൽ ക്ഷേമം, ഐക്യം, ശരീരസുഖം, മനസ്സുഖം എന്നിവയും ഇവർക്ക് ഈ മാസം ഉണ്ടാകും. സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ 2-ാം ഭാവാധിപൻ ആകുന്നു. 2-ാം ഭാവം എന്നത് ധനഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ സൂര്യൻ ഈ കൂറുകാരുടെ ധനാധിപൻ തന്നെയാകുന്നു. അത് സാമ്പത്തികമായ അഭിവൃദ്ധിയെ പ്രദാനം ചെയ്യും. ഈ കൂറുകാർക്ക് ധനനിക്ഷേപം, പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുക, ധനക്രയവിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടുവാൻ ഏറ്റവും അനുയോജ്യമായ മാസമാകും ഇത്. സൂര്യൻ ഈ കൂറുകാർക്ക് ഉജ്ജ്വലമായ നേട്ടങ്ങളെയാണ് ഈ മാസം നൽകുന്നത് എങ്കിൽ ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകില്ല. കാരണം ചൊവ്വ ഈ കൂറുകാരുടെ ജന്മം, 2 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ, ശത്രുശല്യം, ബന്ധുവിരോധം, കുടുംബാംഗങ്ങളുമായി അകൽച്ച, അസ്വാരസ്യങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാമെങ്കിൽ ധനഭാവം എന്ന് അറിയപ്പെടുന്ന 2-ാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ പ്രതിസന്ധികൾ, ധനക്ലേശം, അപ്രതീക്ഷിതമായ ചെലവുകൾ എന്നിവയെ സൃഷ്ടിക്കാം. അതുകൊണ്ട് തന്നെ സുരക്ഷിതം അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും ധനം എടുക്കുക, ധനം നിക്ഷേപിക്കുക, ലോൺ എടുക്കുക എന്നിവയ്ക്ക് ഈ കൂറുകാർ മുതിരാതിരിക്കുക. സൂര്യൻ ഏറ്റവും അനുകൂലനാകുന്നു എന്നതിനാൽ ചൊവ്വ നൽകുന്ന ദോഷം ഈ കൂറുകാരെ കാര്യമായി അലട്ടില്ല. എങ്കിലും ആരോഗ്യകാര്യങ്ങൾ, ധനപരമായ ക്രയവിക്രയങ്ങൾ എന്നിവയിൽ ഒരു സൂക്ഷ്മത ഈ കൂറുകാർ പാലിക്കണമെന്നത് ചൊവ്വ ഈ കൂറുകാരെ ഓർമ്മിപ്പിക്കുന്നു.
ബുധൻ ഈ കൂറുകാർക്ക് ഈ മാസം ഏറിയ കൂറും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക. അതായത് ജൂൺ 6-ാം തീയതി വരെയും ബുധൻ ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന 10-ലും തുടർന്ന് ധനാഗമഭാവം എന്ന് അറിയപ്പെടുന്ന 11-ലും സഞ്ചരിക്കുന്നു. തൽഫലമായി ഇവർക്ക് കർമ്മരംഗം, ഔദ്യോഗിക മേഖല എന്നിവയിൽ കർമ്മപുഷ്ടി, നേട്ടം, അംഗീകാരം, മേലധികാരികളുടെ പ്രീതി, സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയെല്ലാം അനുഭവത്തിൽ വരുന്നു. തുടർന്ന് ഇവരുടെ 11-ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ ഇതിൻ്റെ തുടർച്ചയെന്നോണം ധനാഗമത്തിൽ വർധനവ്, ധനാഗമം, അപ്രതീക്ഷിതമായി ധനവരവ്, ബിസിനസ്സിൽ വളർച്ച, ലാഭം എന്നിവയും വന്നു ചേരുന്നു. കാര്യവിജയം, അഭീഷ്ടസിദ്ധി, കുടുംബത്തിൽ സൗഖ്യം, ക്ഷേമം, മനസ്സുഖം എന്നിവയും ഇവർക്ക് അനുഭവത്തിൽ വരും. എന്നാൽ മാസം അവസാനത്തോടുകൂടി ബുധൻ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ധനവിനിമയത്തിലും പണമിടപാടുകളിലും ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് എന്ന് ഈ കൂറുകാരെ പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. വ്യാഴം ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 12-ാം ഭാവം എന്നത് ധനച്ചെലവുകളുടെയും അലച്ചിലുകളുടെയും ഭാവം എന്നെല്ലാം അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വ്യാഴം അനിഷ്ടസ്ഥിതി പ്രാപിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ധനം അമിതമായി ചെലവഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. കൂടാതെ സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനനഷ്ടം എന്നിവയും ഈ സമയത്ത് ഇവർക്ക് വന്നു ഭവിക്കാം. അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ, കാലതാമസം, രോഗാരിഷ്ടതകൾ എന്നിവയും ഇവർ നേരിട്ടേക്കാം. വ്യാഴം 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ഈശ്വര കടാക്ഷത്തിന് ഒരു മറവ് സംഭവിക്കുകയും ചെയ്യും. ശുക്രൻ ഈ കൂറുകാരുടെ 9, 10 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. മെയ് മാസം 30 വരെയും ഈ കൂറുകാരുടെ 9-ാം ഭാവത്തിൽ കൂടി ഉച്ചനായി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ, ഭാഗ്യം എന്നിവയെ എല്ലാം നൽകും. 9-ാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയും 9-ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു. ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും. സാമ്പത്തികമായ അഭിവൃദ്ധി, ധനാഗമം എന്നിവയെ 9-ൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്ന ഗുണാനുഭവങ്ങൾ ആണ്. ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും അനുകൂലമായി ഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും അത്ഭുതകരമായി നമുക്ക് അനുകൂലമായി വന്ന് ഭവിക്കും. ചിട്ടി, ലോട്ടറി, ഗൃഹലാഭം, വാഹനലാഭം, നല്ല തൊഴിൽ അവസരങ്ങൾ എന്നിവയെല്ലാം ശുക്രൻ 9-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ഗുണാനുഭവങ്ങളാണ്. ധർമ്മചിന്തകൾ, ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കുമെന്നതിനാൽ ഏത് പ്രവൃത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ ഒരു നിറവ് ഉണ്ടാകുകയും അതെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും. എന്നാൽ തുടർന്ന് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന 10-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നത് ഈ കൂറുകാർക്ക് പ്രതികൂലമായ ചില ഫലങ്ങളെ നൽകാം. കാരണം 10-ാം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവം അല്ല. കർമ്മഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മമേഖലയിൽ ചില ദോഷങ്ങളെ വരുത്താം. പ്രധാനമായും കർമ്മവിഘ്നം, കർമ്മമേഖലയിൽ പ്രതിസന്ധികൾ, അധിക ജോലിഭാരം, ടെൻഷൻ, സഹപ്രവർത്തകരുടെ നിസ്സഹകരണം എന്നിവയ്ക്കെല്ലാം സാധ്യതകൾ ഈ സമയത്ത് സൃഷ്ടിക്കപ്പെടാം. ശനി ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന 9-ൽ കൂടിയാണ് ഈ മാസം സഞ്ചരിക്കുന്നത്. ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃപുണ്യം എന്നിവയെല്ലാം ഈ 9-ാം ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു. 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി പിതാമഹ പ്രീതിയെ നൽകുന്നു. പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം, ഐശ്വര്യം എന്നിവയും വർദ്ധിക്കും. കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധർമ്മചിന്തകളും സാത്വികമായ മനോഭാവവും ഉണ്ടാകും. ക്ഷേത്രദർശനം, തീർത്ഥാടനം എന്നിവയിൽ കൂടി ആത്മീയമായ ഉന്നതി പ്രാപിക്കുന്നു. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം ഇവർക്ക് സൽപ്പേരും നേട്ടങ്ങളും അംഗീകാരവും ലഭിക്കും. ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ സാമ്പത്തികമായ ഉന്നതിയും ഇവർ പ്രാപിക്കുന്നതാണ്. കർക്കിടക കൂറുകാരുടെ 9-ാം ഭാവത്തിലാണ് നിലവിൽ രാഹു സഞ്ചരിക്കുന്നത്. എന്നാൽ മെയ് മാസം 18-ാം തീയതി രാഹു ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. തുടർന്ന് അടുത്ത 1.5 വർഷക്കാലം ഈ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും. 8-ാം ഭാവം അഥവാ അഷ്ടമഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആണ്. അതുകൊണ്ട് തന്നെ രാഹു ഈ കൂറുകാർക്ക് ഇക്കാലയളവിൽ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. 8-ാം ഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത്. 8-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ അനാരോഗ്യം, ആയുർഭീതി, രോഗാരിഷ്ടതകൾ എന്നിവയെ നൽകാം. കേതു ഈ കൂറുകാരുടെ 2-ലേക്കാണ് മെയ് മാസം 18-ാം തീയതി പ്രവേശിക്കുക. 2-ാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവം ആണ്.
ധനഭാവം, വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനക്ലേശം, ധനനഷ്ടം എന്നിവയെല്ലാം ഈ സമയത്ത് വന്നു ഭവിക്കാം. അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളിൽ നല്ല ഒരു ശ്രദ്ധ ഈ കൂറുകാർ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ കർക്കിടക കൂറുകാർക്ക് ധനാധിപനായ സൂര്യൻ ഈ മാസം മുഴുവനും ഉജ്ജ്വലമായ നേട്ടങ്ങളെ നൽകുന്നു. അതുകൊണ്ട് തന്നെ രാഹുകേതുക്കളുടെ ദോഷങ്ങൾ ഈ കൂറുകാരെ ഈ മാസം കാര്യമായി ബാധിക്കുന്നതല്ല. ശനി ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും വലിയ ഒരു അനുകൂലമായ ഘടകം തന്നെയാണ്. ബുധൻ, ശുക്രൻ എന്നിവർ ഭാഗികമായി ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു. ചൊവ്വയും വ്യാഴവും പ്രതികൂലരായി ഭവിക്കുന്നു. ഭാഗ്യാധിപനായ വ്യാഴം 12ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്നു എന്നതിനാൽ ഇവർ അവശ്യമായും വ്യാഴപ്രീതി മുടങ്ങാതെ ചെയ്യേണ്ടതാകുന്നുവെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ രാഹുകേതു ദോഷപരിഹാരങ്ങൾക്കായി ഇവർ ദുർഗാദേവി, മഹാഗണപതി എന്നീ അധിഷ്ഠാന ദേവതകളെയും നിത്യവും സ്മരിക്കുകയും ധ്യാനിക്കുകയും യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ചെയ്യേണ്ടതാണ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.